കോളേജിൽ നിന്നും വിനോദയാത്ര, അല്ലെങ്കിൽ ഓഫീസുകളിൽ നിന്ന്, അതും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം പലതരത്തിലുള്ള വിനോദയാത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് സംഭവം വേറെയാണ്. സ്ഥിരമായി ഒരേ KSRTC ബസ്സിലെ യാത്രക്കാർ അവരെല്ലാവരും ചേർന്ന് അതേ ബസ്സിൽ ഒരു വിനോദയാത്ര. 9 വർഷമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് വയനാട് കാരാപ്പുഴയിലേക്ക് ഒരു യാത്ര പോയത്. 2016 മുതൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നിന്ന് മുക്കം വഴി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു KSRTC ബസ്. ഒരേ യാത്രക്കാരാണ് ഇതിൽ സ്ഥിരമായി ഭൂരിഭാഗവും യാത്ര ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ, സ്കൂൾ അധ്യാപകർ, സൈബർ പാർക്ക്, ഹൈലൈറ്റ് ബിസിനസ് പാർക്ക്, കിൻഫ്ര എന്നിവിടങ്ങളിലെയും ഈ റൂട്ടിലുള്ള മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ജോലിക്കാരാണ് ബസ്സിലെ സ്ഥിരം യാത്രക്കാർ. എല്ലാവർക്കും പരസ്പരം അറിയാം. എവിടെ നിന്ന് കയറും, എവിടെ ഇറങ്ങും എന്നും അറിയാം. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ സന്തോഷങ്ങൾ വരെ പരസ്പരം അറിയാവുന്നവരാണ് ഒന്നിച്ച് യാത്ര പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച അവധി ദിനത്തിൽ അവരെല്ലാവരും യാത്ര പോയി വയനാട് കാരാപ്പുഴയിലേക്ക്. മുക്കം യൂണിവേഴ്സിറ്റി തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് KSRTC തുടങ്ങിയ ഒരു സർവീസായിരുന്നു മുക്കുറ്റി എന്ന പേരിൽ. പിന്നീട് വളരെ ബോണ്ടിങ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വർക്കേഴ്സിന് മാത്രമല്ല, മുക്കം തിരുവമ്പാടി ഭാഗം തൊട്ട് യൂണിവേഴ്സിറ്റി വരെയുള്ള ബൈപ്പാസ് വഴി യൂണിവേഴ്സിറ്റി വരെയുള്ള ഒരുപാട് മനുഷ്യരെ ഒന്നിപ്പിച്ച ഒരു ബസ് സർവീസായിരുന്നു മുക്കുറ്റി സർവീസ്. ഞാനതിൻ്റെ ആദ്യകാലത്ത് 2018 വരെ മുക്കുറ്റിയുടെ യാത്രികയായിട്ട് അതിൻ്റെ ഒരു ബോണ്ടിങ് അറിഞ്ഞൊരു മനുഷ്യനാണ്. തമ്മിൽ കുടുംബ ബന്ധത്തെക്കാളുപരി, രക്തബന്ധത്തെക്കാളുപരി സൗഹൃദ ബന്ധങ്ങൾക്ക് സ്ഥാനമുണ്ടെന്ന് മുക്കുറ്റി ഞങ്ങളെ അറിയിച്ചതാണ്. മുക്കുറ്റിയുടെ ഒരു അനുഭവം, മുക്കുറ്റിയിലെ ഞങ്ങളുടെ ഒരു അനുഭവം അങ്ങനെയാണ്. വിചാരിതമായിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി ബസ്സിൽ കയറിയത്. 2023 മുതലാണ്. എനിക്ക് എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് വെസ്റ്റിലാണ്. ഞാൻ തൊണ്ടയാട് ഇറങ്ങിയിട്ട് വേറെ ബസ് മാറി കയറിയിട്ടാണ് പോകുന്നത്. പക്ഷേ മുക്കുറ്റിയിലുള്ള യാത്ര നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ജോളിയായിട്ടുള്ളൊരു യാത്ര ആണ് അതിൽ കാണുന്നത്. KSRTC ബസ് വിനോദയാത്രയ്ക്ക് ഉപയോഗപ്പെടുത്താമെന്ന ആനുകൂല്യം മുതലെടുത്തായിരുന്നു സ്ഥിരം യാത്ര ചെയ്യുന്ന ബസ് തന്നെ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. അതേ ഡ്രൈവറായ ഷിഹാബും കണ്ടക്ടർമാരായ ജഗദീഷും ദിനേശും സാരഥികളുമായി. റൈന മുക്കം, അനീഷ് കാരന്തൂർ, ഷഫീൽ, വേണുഗോപാൽ താമരശ്ശേരി, ഷൈനി, സുഗന്ധി ചെത്തുകടവ്, സുരേഷ് കുമാർ, പ്രദീപ് കുമാർ മുത്തേരി, ബിന്ദു ഓമശ്ശേരി, ഭാനുമതി കൊടുവള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ചാനൽ തേഞ്ഞിപ്പലം. Nadakavil Hospital Academy of Paramedical Sciences, Nadakavil Hospital Building, Valanjeri, Malappuram. Phone number 04942084 010 7034 07 1111.